ഹലോ, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കുട്ടികൾക്കായിരിക്കും ഈ ഒരു സംഭവം കൂടുതൽ ഇഷ്ടമാവുക. മധുരം ഇഷ്ടപ്പെടുന്ന മുതിർന്ന ആൾക്കാർക്കും ഇത് ഇഷ്ടമായിരിക്കും. ഒരു വെറൈറ്റി അപ്പം, അതായത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു അപ്പം. പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികൾക്ക് നമ്മളിങ്ങനെ ഒരു പാൻ കേക്കിൻ്റെ പോലെ ഒരു കുഞ്ഞു വട്ടത്തിലൊക്കെ ചുട്ടു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനും അതേപോലെ തന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാനൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമായിരിക്കും. പിന്നെ കൂടാതെ ഇനിയിപ്പം വലിയൊരു വട്ടത്തിലാണ് നമ്മൾ ചുടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇപ്പം തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് മിക്സൊക്കെ ചെയ്തിട്ട് ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് സിമ്പിളായിട്ട് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാനും സാധിക്കും. അവർ കംപ്ലീറ്റ് ആയിട്ട് അതെന്തായാലും ഫിനിഷ് ചെയ്യുകയും ചെയ്തോളും. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ അത് ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൽ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇടുന്നുണ്ട്. പിന്നെ ആ ഒരു സെയിം കപ്പിൽ 1/2 കപ്പ് അളവിൽ നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു കയ്യിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്യുക. പിന്നെ ഒരു പഴുത്ത ഏത്തപ്പഴം, ഇത് അത്യാവശ്യം വലിയൊരു ഏത്തപ്പഴം അരിഞ്ഞിട്ടോ, ചെറിയ ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എടുക്കാം. അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നമ്മളുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ശർക്കര ഗ്രേറ്റ് ചെയ്തിടുക. ഈ ശർക്കര നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ വിളയിക്കുമ്പോൾ നമുക്ക് പൊടിയൊന്നും കിട്ടാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചിരകി ഇടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പൊടിയൊക്കെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളയിച്ചിട്ട് അരിച്ചിട്ടൊക്കെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എത്രത്തോളം ശർക്കര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശമാവിനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പേസ്റ്റിലേക്ക് ഇത് അരച്ചെടുക്കുക. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾക്ക് സംഭവം കിട്ടും. ഞാനിത് കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തിരക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി ഗ്യാസ് കത്തിച്ച് അടുപ്പിലേക്ക് ചട്ടി വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ ഒന്ന് വെള്ളം തൂവി കൊടുത്തിട്ട് നമ്മൾ ദോശയ്ക്ക് ചുടുന്ന പോലെ ഈ ഒരു പാകത്തിന് കുട്ടികൾക്ക് കൊടുത്താൽ നല്ലതായിരിക്കും. ഒരു കുഞ്ഞു വട്ടം, ഞാനിപ്പോൾ വലിയ വട്ടത്തിലുള്ള ചുടുന്നത് നമ്മളുടെ ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുക്കുക. നിങ്ങൾക്ക് പിന്നെ അപ്പത്തിൻ്റെ ചട്ടിയിൽ ചുടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂടാം. എങ്ങനെയായാലും നല്ലതായിരിക്കും. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഒരു വശം വെന്ത് കഴിയുമ്പം ഇതുപോലെ ഒന്ന് മറച്ചിട്ടിട്ട് അപ്പുറത്തെ വശം കൂടെ വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇതുപോലെ ചുട്ടെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളൊരു കുഞ്ഞുവട്ടം, അതായത് ഇപ്പം ഒരു കയ്യിൽ നമ്മൾ ഒഴിച്ചിട്ട് അത് പരത്തണ്ട, ആ ഒരു കുഞ്ഞുവട്ടം ഇത്രയും ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചോളും. അവരൊക്കെ മധുരമാകുമ്പം അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.